ഹലോ, നമ്മളിന്ന് പറയാൻ പോകുന്നത് RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരുവിധം എല്ലാവർക്കും നല്ലപോലെ അപ്രൂവൽ കിട്ടിയിട്ടുള്ള 3 ആപ്സിനെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒരു 10,000 വരെയുള്ള ലോൺ എമൗണ്ടൊക്കെയാണ് നിങ്ങൾ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ 3 ആപ്സിന് എന്തായാലും അപ്രൂവൽ കിട്ടും. അതായത് ഒരു 90% നിങ്ങൾക്ക് എന്തായാലും അപ്രൂവൽ കിട്ടും. പിന്നെ അത്രയും സിബിൽ മോശമൊക്കെ ആണെങ്കിൽ മാത്രമാണ് പിന്നെ കിട്ടാതിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നത് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക. കാരണം കൂടുതൽ ലോൺ റിലേറ്റഡ് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ എന്തിന് EMI കാർഡ്സ് അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, പേലേറ്റർ, ക്രെഡിറ്റ് കാർഡുകൾ ഇവയിലൊക്കെ ലിമിറ്റ് കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളത് കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ക്രെഡിറ്റ് കാർഡുകളിലൊക്കെ ലിമിറ്റ് നമ്മൾ സ്പോട്ടിൽ തന്നെ കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ആപ്പിൻ്റെ പേര് പോക്കറ്റ്ലി എന്നാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ഇത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ഇവരുടെ പ്രോസസ്സിംഗ് ഫീ വരുന്നത് 0 to 7.5% പ്ലസ് GST ആണ് വരുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2% to 3% പെർ മന്ത് ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. ടെന്യൂറായിട്ട് ഇവർ 2 മാസം തൊട്ട് 6 മാസത്തിനുള്ളിലുള്ള ടെന്യൂറാണ് കൊടുക്കുന്നുള്ളൂ. ചെറിയ ടെന്യൂറാണ് കിട്ടുന്നുള്ളൂ. സ്പീഡ് ഫൈനാൻസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ NBFC ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ 650 പ്ലസ് സിബിൽ സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പോക്കറ്റിൽ എന്ന് പറഞ്ഞ ലോൺ ആപ്പിൽ അപ്രൂവൽ കിട്ടാൻ സാധ്യതയുണ്ട്. 2019 തൊട്ടൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. 1000 തൊട്ട് 50,000 ഉള്ളിലുള്ള എമൗണ്ടാണ് നമുക്ക് ലോൺ എമൗണ്ടായിട്ട് ഫസ്റ്റ് തന്നെ കിട്ടുക. അപ്പോൾ നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഫസ്റ്റ് ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും കാണിക്കുക. അതായത് ഇത് ഞാൻ മുന്നേ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് അവർ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ചോദിക്കും. അതൊക്കെ കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അപ്രൂവ് ആയിട്ടുള്ള എമൗണ്ട് ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ആയിരിക്കും കാണിക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് റെഫറൻസ് ആയിട്ട് 2 പേരെ കോൺടാക്ട് കൊടുക്കാൻ പറയുന്നുണ്ട്, അത് കൊടുക്കുക. പിന്നെ ഓട്ടോ ഡെബിറ്റ് കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്തതിന് ശേഷം അക്കൗണ്ടേക്ക് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം. പിന്നെ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് എത്രയാണോ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്രയാണ് ഫീ വരുന്നത്, എത്ര മാസം ടെന്യൂറാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്, എല്ലാ ഡീറ്റെയിൽസ് അവരവിടെ കാണിക്കും. അതൊക്കെ വായിച്ച് നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫട്ടക് പേ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ഇതും ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഇവരും നമുക്ക് 5,000 തൊട്ട് 2 ലക്ഷം വരെയുള്ള ലോൺ എമൗണ്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് ഇവർ 12% ടു 42% ഉള്ളിലാണ് ഈടാക്കുന്നത്. ടെന്യൂർ ഇവർ 3 മാസം തൊട്ട് 36 മാസം വരെയുള്ള ടെന്യൂർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വലിയ എമൗണ്ടുകൾ ഇതിൽ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10,000 ആ റേഞ്ചൊക്കെ തന്നെ കിട്ടുള്ളൂ. പ്രോസസ്സിംഗ് ഫീ ആയിട്ട് ഇവർ 2.5% പ്ലസ് GST ആണ് ഈടാക്കുന്നത്. 2022 തൊട്ടൊക്കെ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. 700 പ്ലസ് സിബിൽ സ്കോറൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ ആപ്ലിക്കേഷനിൽ അപ്രൂവൽ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്കിനി അപ്ലൈ ചെയ്യേണ്ട സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കാം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക. ഇതിലിത് അപ്ലൈ നൗ എന്ന് പറഞ്ഞ സെക്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അവിടെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടോ, അവിടെ ഗെറ്റ് സ്റ്റാർട്ട് അടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാൻ കാർഡ് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കേണ്ട സെക്ഷനാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് ഇവിടുന്ന് താഴെ കാണുന്ന കോളത്തിൽ ടിക്ക് ഇട്ടതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് സെലക്ട് ചെയ്യേണ്ട സെക്ഷനാണ്. അവിടെ സാലറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കമ്പനി നെയിം കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് വേണ്ട, നമുക്ക് സെൽഫ് എംപ്ലോയിഡ് കൊടുത്തിട്ട് കണ്ടിന്യൂ ആയിരിക്കും ബെറ്റർ. സെൽഫ് എംപ്ലോയിഡ് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ അടിക്കാം. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ മന്ത്ലി ഇൻകം, അതുപോലെ നമ്മുടെ ടൈപ്പ് ഓഫ് റെസിഡൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എത്ര എമൗണ്ടാണോ ലോൺ എമൗണ്ട് ഉദ്ദേശിക്കുന്ന എമൗണ്ട്, അതുപോലെ എന്ത് തന്നെ അതിൻ്റെ പർപ്പസൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ പർപ്പസിനനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ അടിക്കുക. കണ്ടിന്യൂ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്രൂവൽ കിട്ടുമോ വലിയ കാര്യങ്ങൾ അറിയാൻ പറ്റും. നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന NBFC ഏതാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും. എനിക്കിവിടെ ലൈറ്റായിട്ടുള്ള ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. FDPL എന്ന് പറഞ്ഞ NBFC ആണ് നമുക്ക് ലോൺ എമൗണ്ട് ഇവിടെ അപ്രൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ എമൗണ്ട് ഓക്കെ ആയെന്നല്ല, ഇത് ലൈറ്റായിട്ടുള്ള ഒരു അപ്രൂവലാണ്. ഇതിനുശേഷം ഇനി KYC വെരിഫിക്കേഷൻ അങ്ങനെ കുറച്ച് സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷമാണ് നമുക്ക് ഫുള്ളായിട്ടുള്ള അപ്രൂവൽ കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് ഉറപ്പാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഞാൻ ചെയ്ത് കാണിക്കണമെന്നൊന്നുമില്ല എന്തായാലും. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫട്ടക് പേ ആപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ആപ്പിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറും പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്തായാലും ചെയ്ത് കാണിക്കുന്നില്ല, കാരണം സിബിലിൽ വെറുതെ എൻക്വയറി കയറുള്ളൂ. പിന്നെ നമ്മുടെ മൂന്നാമത്തെ ആപ്പിൻ്റെ പേര് ട്രൂ ബാലൻസ് എന്നാണ്. ഇൻ്റർഫേസ് കണ്ടപ്പോൾ തന്നെ ഒരു ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, കാരണം അത്യാവശ്യം നാളായിട്ട് പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിനി അപ്ലൈ നൗ അടിച്ച് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർ നമ്മുടെ അടുത്ത് എമൗണ്ടാണ് കാണിക്കുന്നത്. ഇതിൽ എമൗണ്ട് എത്രയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ 1000 തൊട്ട് 10,000 വരെയുള്ള എമൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്തതിന് ശേഷം ചെക്ക് മൈ ക്രെഡിറ്റ് ലിമിറ്റ് അടിച്ച് നോക്കാം. അതിനുശേഷം അവർ നമ്മുടെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അതായത് നിങ്ങളുടെ പർപ്പസ് എന്തായാലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പർപ്പസ് എന്താണോ, മെഡിക്കൽ ഒഴിച്ച് എന്താ വെച്ചാൽ കൊടുക്കാം. അതിനുശേഷം മാരിറ്റൽ സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണോ അത് ചോദിക്കുന്നുണ്ട്. പിന്നെ ഹൗസിങ് ടൈപ്പ് റെൻ്ററാണോ ഓണാണോ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൊടുക്കുക. അതിനുശേഷം ജോബ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ചോദിക്കുന്നുണ്ട്. എത്ര കൊല്ലം അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഫീൽഡ് ചോദിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ജോബിൽ എന്ത് സെക്ഷനിലാണ് ഇരിക്കുന്നത് ചോദിക്കുന്നുണ്ട്. മന്ത്ലി ഇൻകം ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്, നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫുള്ള് ചോദിക്കുന്നത്. സാലറി ക്രെഡിറ്റ് ആവുന്ന ഇത്. അതുപോലെ തന്നെ ഈ സ്റ്റെപ്പിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക. ക്യാഷ് കാര്യങ്ങളൊന്നും കൊടുക്കരുത്.
അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുക. ഇതൊക്കെ ഇംഗ്ലീഷൊക്കെ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതിന് മുന്നേ ലോൺ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതൊക്കെ യെസ് കൊടുക്കുക. പിന്നെ കുറച്ച് നേരം പെൻഡിങ്ങിലേക്ക് പോകും. പെൻഡിങ്ങിന് നിങ്ങൾക്ക് അപ്രൂവൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് മെയിൽ വരും, മെസ്സേജ് വരും. അതിനുശേഷം അപ്രൂവ് ആയിട്ടുള്ള എമൗണ്ട് എത്രയാണോ അത് സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഓട്ടോ ഡെബിറ്റ് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ്. 24 മണിക്കൂറിൽ അക്കൗണ്ടിലെ എമൗണ്ട് കയറുന്നതായിരിക്കും. ഇനി നമുക്ക് ആപ്പിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിൽ 1000 തൊട്ട് 2 ലക്ഷം വരെയാണ് ഇവർ ലോൺ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ടെന്യൂർ 6 to 12 മാസത്തിനുള്ളിലാണ് കിട്ടുക. പ്രോസസ്സിംഗ് ഫീ ആയിട്ട് 6% പ്ലസ് GST ആണ് വരിക. 2014 തൊട്ട് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഒരുവിധം എല്ലാവരും നല്ലപോലെ യൂസ് ചെയ്തൊരു ആപ്ലിക്കേഷനാണ് ട്രൂ ബാലൻസ്. പിന്നെ ഒരുപാട് NBFCകളുള്ള കാരണം ഇതിൽ നല്ല അപ്രൂവൽ ചാൻസും ഉണ്ട് കിട്ടാൻ. സിബിൽ 700+ ഉണ്ടെങ്കിലാണ് നമുക്ക് അപ്രൂവൽ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ 10,000 വരെ ലോണൊക്കെ നോക്കി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ നോക്കാൻ പറ്റുന്ന 3 ബെസ്റ്റ് ആപ്സിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെയാണെന്ന് ട്രൈ നോക്കുക. 3 ആപ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്.